മമ്മൂട്ടി, മോഹൻലാൽ ഫാൻസ് എക്കാലവും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉത്തരമാണ് ആരാണ് ഇവരിൽ മികച്ച അഭിനേതാവ് എന്നത്. ഒരുപക്ഷേ ഇവരെ രണ്ടുപേരെയും ഒരേ ത്രാസിൽ അളക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചേനെ. പക്ഷെ തികച്ചും രണ്ടു കോണുകളിൽ നിന്ന് അഭിനയത്തെ സമീപിക്കുന്ന ഇവരെ ഒരേ അളവുകോൽ കൊണ്ട് അളക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് രണ്ടുപേരും ഇത്രയും നാൾ മലയാള സിനിമയിൽ ഒരുപോലെ വളർന്നു പന്തലിച്ചത്. മോഹൻലാൽ എങ്ങനെയാണോ അഭിനയിക്കുന്നത് അതിന്റെ തികച്ചും എതിർദിശയിൽ നിന്നാണ് മമ്മൂട്ടി അഭിനയത്തെ സമീപിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ മോഹൻലാൽ ഒരു നാച്ചുറലി ഗിഫ്റ്റഡ് ആയ ആക്ടറും മമ്മൂട്ടി ഒരു മെത്തേഡ് ആക്ടറുമാണ്. മോഹൻലാലിന് അഭിനയം അദ്ദേഹത്തിന് പോലും അറിയാത്ത തലങ്ങളിൽ നിന്ന് ഒഴുകി വരുമ്പോൾ മമ്മൂട്ടി സ്വയം പ്രയത്നിച്ച് അഭ്യസിച്ചു സ്വായത്തമാക്കിയ അഭിനയ സിദ്ധി കൊണ്ട് ഒരു കഥാപാത്രമായി മാറുന്ന ആളാണ്. ഇനി ഈ രണ്ടുപേരും ഒരേ കഥാപാത്രത്തെ തന്നെ അവതരിപ്പിച്ചാൽ മോഹൻലാൽ ആ കഥാപാത്രത്തെ തൻ്റെ ശരീരത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് പോലെയും അതേസമയം മമ്മൂട്ടി ആ കഥാപാത്രത്തിന്റെ ശരീരത്തിലേക്ക് സന്നിവേശിക്കുന്ന തരത്തിലുമായിരിക്കും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക. മോഹൻലാൽ ഒരു കഥാപാത്രമായി മാറുമ്പോൾ അദ്ദേഹത്തിന്റെ ശൈലിയിൽ ആ കഥാപാത്രത്തെ കാണികളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഗിഫ്റ്റ് അദ്ദേഹം പോലും അറിയാതെ ആ കഥാപാത്രത്തിന് മാസ്മരികമായ സട്ടിൽ പേഴ്സണലൈസേഷൻസ് നൽകുന്നു. അതേസമയം മമ്മൂട്ടി ആ കഥാപാത്രമായി മാറുമ്പോൾ അദ്ദേഹം ആ കഥാപാത്രം എങ്ങനെ ആയിരിക്കും എന്ന് മനസ്സിലാക്കാനും അതേ തുടർന്ന് ആ കഥാപാത്രത്തിന്റെ തന്നെ ശൈലികളിലേക്ക് തന്റെ വ്യക്തിത്വത്തെ പരമാവധി മാറ്റാനും ശ്രമിക്കുന്നു. ഈ രണ്ട് ശൈലികളുടെയും ഉത്തമ ഉദാഹരണങ്ങളാണ് മോഹൻലാൽ എന്ന നടൻ ചെയ്തു വച്ചിട്ടുള്ള വളരെ നാച്ചുറലായ കഥാപാത്രങ്ങളും മമ്മൂട്ടി ചെയ്തിട്ടുള്ള വളരെ ആഴമുള്ള ക്യാരക്ടർ റോളുകളും. ഇങ്ങനെ അഭിനയത്തിന്റെ രണ്ടു തലങ്ങളിൽ നിന്ന് ആ ജോലിയെ അതിഗംഭീരമാക്കുന്ന രണ്ട് പ്രതിഭകളെ താരതമ്യം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഇവർ രണ്ടുപേരും ഒരുപോലെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ വളർന്നതും താരരാജാക്കന്മാരായതും. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക.